മാത്സ് ലേണിംഗ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നോട് ചെയ്യുന്ന 10ാം ക്ലാസ്സിലെ മാത്സ് സെക്കൻഡ് ലെസൺ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠത്തിലെ 20ാമത്തെ വീഡിയോ ആണ്. ഓൾറെഡി 19 വീഡിയോസ് ചെയ്തു കഴിഞ്ഞു. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആവശ്യമുള്ളവർക്ക് നോക്കിയിട്ട് വരാം. അതുകൂടാതെ ഫസ്റ്റ് ലെസൺ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ 20 ഭാഗങ്ങളായാണ് പൂർത്തിയാക്കിയത്. അതിന്റെ ആദ്യ ഭാഗത്തിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആവശ്യമുള്ളവർക്ക് നോക്കാം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് 67 ചോദ്യങ്ങളാണ്, വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഐഡിയ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് വന്നാലും നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ആദ്യ ചോദ്യം വായിക്കാം. 5 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം 3 വ്യത്യസ്ത രീതികളിൽ വരയ്ക്കുക. എന്നിട്ട് ബ്രാക്കറ്റിൽ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പൈതഗോറസ് സിദ്ധാന്തം ഓർക്കുക. ഓക്കെ, അപ്പൊ ആ സിദ്ധാന്തം കൂടി അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മളിത് 3 രീതിയിൽ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇൻ ഇംഗ്ലീഷ് വായിക്കാം. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റർ ഇൻ 3 ഡിഫറെന്റ് വേസ്. കണ്ടാവും, ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ 3 ഡിഫറെന്റ് വേസ്, 3 വ്യത്യസ്ത രീതികളിൽ വരയ്ക്കുക. റീകോൾ പൈതഗോറസ് തിയറം. അപ്പൊ പൈതഗോറസ് തിയറം നമ്മൾ ഓർത്തോണം. ഓക്കെ, ചോദ്യം എല്ലാവരും എഴുതിയെടുക്കുക, നമുക്ക് ചെയ്യാം. അപ്പോ ഒരു സമചതുരം, ഇതിന്റെ ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ വരണം, 5 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവ് വരണം. ഇത് നിർമ്മിക്കണമെങ്കിൽ ഇതിന്റെ വശങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോഴായിരിക്കും 5 വരേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു വശത്ത് √5 ആണ് വരേണ്ടത്. കണ്ടോ, √5 കൂടെ ഗുണിക്കുമ്പോഴാണ് 5 വരുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ ആവണമെങ്കിൽ ഇതിന്റെ വശങ്ങൾ എത്ര വരണം? √5 വരണം. അപ്പൊ വശങ്ങൾ √5 വരത്തക്ക രീതിയിൽ എന്തെല്ലാം ഓപ്ഷൻ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. ഒന്ന് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ നമുക്ക് ഒരെണ്ണം ചെയ്യാം. എന്തായാലും ആ മെത്തേഡ്, ഇങ്ങനെ സമചതുരം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വൃത്തത്തിന്റെ വ്യാസം ഈ 5ന്റെ ഗുണനഫലമായി വരുന്ന 2 സംഖ്യകൾ എടുക്കണം. 5 ഗുണനഫലമായി വരുന്ന 2 സംഖ്യകൾ ഏതൊക്കെയാണ്? ഓക്കെ, നമുക്ക് 1ഉം 2ഉം പറ്റില്ല, 1 2 2, 2ഉം 2ഉം പറ്റില്ല 4, പിന്നെ 5 ഗുണനഫലമായി വരുന്ന 2 സംഖ്യകൾ 5ഉം 1ഉം ആണ്. അപ്പൊ 6 സെന്റിമീറ്റർ എടുത്തിട്ട് കണ്ടോ, ഇത് 5 ഇത് 1 ഗുണിക്കുമ്പോ 5 വരില്ലേ? ആ രീതിയിൽ ഒരു വര എടുത്തിട്ട് അതിനെ വ്യാസമായി നമ്മളൊരു അർദ്ധവൃത്തം വരയ്ക്കുക. ഓക്കെ, ആ രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ സ്ക്വയർ കണ്ട ഉടനെ നിങ്ങൾ ചിന്തിക്കേണ്ടത് സ്ക്വയറിന്റെ ഏരിയ വരുന്ന സംഖ്യ ഗുണനഫലമായി വരുന്ന 2 സംഖ്യകൾ കണ്ടുപിടിക്കണം. ആ 2 സംഖ്യകൾ ചേർത്ത നീളത്തിൽ വ്യാസം വരച്ചിട്ട് അർദ്ധവൃത്തം വരച്ച് ആ 5ഉം 1ഉം നമ്മൾ കട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ലംബം വരച്ച് ആ ലംബം വൃത്തത്തെ കൂട്ടിമുട്ടുന്ന ബിന്ദുവായിരിക്കും ആ സമചതുരത്തിന്റെ ഒരു വശം എന്ന രീതി നിങ്ങൾ ചിന്തിച്ചോണം. ഇത് മറന്നുപോകരുത്. സ്ക്വയർ കണ്ട ഉടനെ ഈ മെത്തേഡാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്. നമുക്കപ്പോ ആദ്യം ആ രീതിയിൽ വരയ്ക്കാം. ആദ്യം 5 1 6 സെന്റിമീറ്റർ നീളത്തിൽ വരയ്ക്കുക. ഓക്കെ, 6 സെന്റിമീറ്റർ നീളത്തിൽ ഞാനിങ്ങനെ വരച്ചു. ഉണ്ടാവും, ഇതിന് 6 സെന്റിമീറ്റർ നീളമാണ്. എന്നിട്ട് അതിന്റെ 5 സെന്റിമീറ്റർ അളവ് വെച്ചൊന്ന് കട്ട് ചെയ്യുക. അപ്പൊ ഇവിടം വരെയാണ് 5 സെന്റിമീറ്റർ. ഇത് 5ഉം ഇത് എത്രയാണ്? 1 സെന്റിമീറ്ററുമാണ്. ഇതാണ് ഇതിന്റെ 2 എൻഡ് പോയിന്റ്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ 5 1ഉം വ്യാസമായി വൃത്തം വരയ്ക്കണമെന്നല്ലേ? അപ്പൊ ഇതിന്റെ വൃത്ത കേന്ദ്രം കണ്ടുപിടിക്കുന്ന ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും 5 1 6. 6ന്റെ മിഡ് പോയിന്റ് 3 ആയിരിക്കും. അങ്ങനെ അളവെടുത്തണ്ട. അത് അളവെടുത്താൻ കോമ്പസ് എടുത്തിട്ട് പകുതി കൂടുതലെടുത്ത് മുകളിലോട്ടും താഴോട്ടും വാർക്ക്. അങ്ങനെ 2 വശത്തും ചെയ്യണം. കോമ്പസ് എടുത്തിട്ട് ഈ എൻഡിൽ കുത്തിയിട്ട് പകുതി കൂടുതൽ എടുത്തിട്ടുണ്ട്, ഈ വരയുടെ പകുതി കൂടുതൽ എടുത്തിട്ട് മുകളിലോട്ട് വാർക്ക്, താഴോട്ട് വാർക്ക്. അതേ അളവിൽ തന്നെ കോമ്പസ് മാറ്റാതെ അതേ അളവിൽ തന്നെ അപ്പുറത്തെ എൻഡിൽ കുത്തിയിട്ട് ഇങ്ങോട്ട് വാർക്ക്, ഇങ്ങോട്ട് വാർക്ക്. ഓക്കെ, എന്നിട്ട് ഈ 2 ബിന്ദുക്കൾ ഇനി സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യ വരയുമായി കൂട്ടിമുട്ടുന്ന ബിന്ദുവായിരിക്കും നമ്മുടെ വൃത്തത്തിന്റെ കേന്ദ്രം. അവിടെ ഈ വൃത്ത കേന്ദ്രം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ബിന്ദു വെച്ചുകൊണ്ട് നമ്മൾ ഇനി ഒരു വൃത്തം വരയ്ക്കണം. അപ്പൊ കോമ്പസ് വീണ്ടും ആ ബിന്ദുവിൽ കുത്തി വയ്ക്കുക. കണ്ടോ, കോമ്പസിന്റെ ഒരു മുന ഇവിടെ കുത്തുക, എന്നിട്ട് മറ്റേ എൻഡ് ആ വരയുടെ അടുത്ത അഗ്രവുമായി കൂട്ടി വെച്ചിട്ട് ഒരു അർദ്ധവൃത്തം വരയ്ക്കുക. ഓക്കെ, അർദ്ധവൃത്തം വരച്ചു. ഇനി എന്താണ് വേണ്ടത്? ഇനി 5 1 കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഇതല്ലേ? ആ പോയിന്റിന്റെ അവിടെ നിന്ന് മുകളിലേക്ക് എന്ത് ചെയ്യണം? ഒരു ലംബം വരയ്ക്കണം. ചിലരെങ്കിലും തെറ്റിദ്ധരിക്കും, ഈ 90 ഡിഗ്രി ഇവിടെ ഇങ്ങനെ വരച്ചത് നമ്മളിവിടെ ലംബ സമഭാഗി വരച്ച ഈ വരയാണ്. ഈ വരയല്ല, നമ്മളിവിടെ ആദ്യം വരച്ച ആ കട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നാണ് മുകളിലേക്ക് ലംബം വരയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് ലംബം വരയ്ക്കാൻ ഇനി ഇവിടെ പ്രൊട്രാക്ട് എടുത്ത് വെച്ചിട്ട് 90 ഡിഗ്രി അളന്ന് മുകളിലേക്ക് വരയ്ക്കണം. അപ്പൊ പ്രൊട്രാക്ട് എടുക്കുക,
ഈ 5 എന്ന് പറയുന്ന പോയിന്റിന്റെ അവിടെ പ്രൊട്രാക്ടറിന്റെ മിഡിൽ പോയിന്റ് വയ്ക്കുക. ഓക്കെ, വെച്ചതിന് ശേഷം വരയെല്ലാം കറക്റ്റ് ആക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം ആ 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഓക്കെ, അതിനുശേഷം ആ 5 രേഖപ്പെടുത്തിയ പോയിന്റും ഈ 90 രേഖപ്പെടുത്തിയ പോയിന്റും തമ്മിൽ നീട്ടി വരയ്ക്കുക. ഓക്കെ, ഈ വര വൃത്തവുമായി ഖണ്ഡിക്കുന്ന ബിന്ദു വരെയുള്ള നീളമാണ് നമുക്ക് ആവശ്യമായ സമചതുരത്തിന്റെ ഒരു വശം. മനസ്സിലായോ? ഈ ഒരു വശം നീളമായി വരത്തക്ക രീതിയിൽ ഇനി നമുക്കൊരു സമചതുരം വരയ്ക്കാം. ആദ്യം ഈ താഴത്തെ വശം ഒന്ന് നീട്ടി വരച്ചു കൊടുക്കണം. അപ്പൊ അത് കറക്റ്റ് ആക്കി ഇങ്ങനെ വര ശരിയായിട്ട് വെച്ചതിന് ശേഷം അതങ്ങ് നീട്ടി വരയ്ക്കുക. ശേഷം വീണ്ടും കോമ്പസ് എടുത്തിട്ട് ഏത് നീളമാണ് ഇവിടെ മുതൽ ഈ വൃത്തത്തെ ഖണ്ഡിക്കുന്ന പോയിന്റ് വരെ അല്ലേ, ആ പോയിന്റ് വരെ കോമ്പസ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് ഉണ്ടാവും. അതേ അളവിൽ തന്നെ കോമ്പസ് മാറ്റാൻ പാടില്ല. ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടൊരു ആർക്ക്. പിന്നെ ഈ പോയിന്റ് ഇല്ലേ, ഈ വരയും ഈ ആർക്കിനെ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ വെച്ചുകൊണ്ട് മുകളിലോട്ടൊരു ആർക്ക്. ഇനി ഇപ്പൊ നമുക്ക് കിട്ടിയ പോയിന്റുകളെല്ലാം കൂടെ ജോയിൻ ചെയ്താൽ മതി. സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് ഈ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്യുക. ഓക്കെ, ഈ പോയിന്റ് ജോയിൻ ചെയ്തു. ഇനി ഇതും കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ലഭിച്ചതാണ് നമുക്ക് ആവശ്യമായ സമചതുരം. ഈ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ഈ 5 അതായത് ഇവിടുന്ന് ഇവിടെ മുതൽ ഈ നീളവും കൂടെ ഗുണിക്കുന്നതായിരിക്കും ഇതിന്റെ സ്ക്വയർ. കണ്ടോ? അപ്പൊ 5 ഒന്നും കൂടെ ഗുണിച്ചാൽ 5, അതായിരിക്കും ഈ വശത്തിന്റെ സ്ക്വയർ. അപ്പൊ ഈ വശത്തിന്റെ നീളം അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. കണ്ടോ? √5 ആയിരിക്കും. ഈ 5ഉം 1ഉം കൂടെ ഗുണിക്കുന്നതായിരിക്കും ഈ വശത്തിന്റെ സ്ക്വയർ. പ്രത്യേക സ്ഥിതിക്ക് ഈ വശത്തിന്റെ സ്ക്വയർ. അതുകൊണ്ട് ഈ വശത്തിന്റെ നീളം അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. അപ്പൊ 5 1 കൂടെ ഗുണിച്ചുള്ള 5ന്റെ സ്ക്വയർ റൂട്ട് √5 ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഈ സമചതുരത്തിന്റെ രണ്ട് വശവും √5, ഇതും അതേ നീളമാണല്ലോ. അപ്പൊ √5 കൂടെ വശം ഗുണം വശമാണ് ഇതിന്റെ ഏരിയ. ഗുണിക്കുമ്പോൾ ഇതിന്റെ ഏരിയ എന്ത് വരും? 5 സെന്റിമീറ്റർ സ്ക്വയർ വരികയും ചെയ്യും. ഇങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. ഇത് നമ്മൾ ഇന്നലെ വരച്ച മെത്തേഡ് തന്നെയാണ്. ഓക്കെ, നമുക്കിനി അടുത്ത രീതികളെ കുറിച്ച് നോക്കാം. ഇപ്പൊ 2 പൂർണ്ണസംഖ്യകൾ കണ്ടോ, 2 നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ ഇൻഡ്യൂ ചെയ്താൽ 5 വരുന്ന മറ്റ് സംഖ്യകൾ ഇല്ല. ഇപ്പൊ അവര് ക്ലൂ തന്നിരിക്കുന്നതിലേക്ക് നമുക്ക് നോക്കാം. ക്ലൂ എന്താണ് തന്നിരിക്കുന്നത്? പൈതഗോറസ് തിയറം ഓർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ √ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കണ്ടോ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അതായത് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അഥവാ കർണമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ബേസ് സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ലംബമാണ് എ, ഓൾട്ടിറ്റ്യൂഡ് ബി ബേസ് അഥവാ പാദം. ഇതാണ് സൂത്രവാക്യം. ഇനി ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ മൈനസ് ചെയ്യണം. ഓക്കെ, അതായത് പാദമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ √ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ഓക്കെ, ഇനി ലംബമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ √ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അഥവാ കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഇതാണ് പൈതഗോറസ് സിദ്ധാന്തം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ സ്ഥാനത്ത് ഈ HB ഹൈപ്പോട്ടന്യൂസ് ബേസ് ഓൾട്ടിറ്റ്യൂഡ് ഇതിന്റെ സ്ഥാനത്ത് 5 വരുന്ന സംഖ്യകൾ ഈ ബിയും എയും അല്ലെങ്കിൽ Hഉം എയും അല്ലെങ്കിൽ Hഉം ബിയും ആയിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. അപ്പൊ ബിയും എയും രണ്ടിന്റെ സ്ക്വയർ കൂട്ടിയാൽ 5 വരുന്ന സംഖ്യകൾ ആരുണ്ട് നമുക്ക് ആലോചിച്ച് നോക്കാം. നമുക്ക് കുറെ സംഖ്യകളുടെ സ്ക്വയർ ഇവിടെ എഴുതാം തൽക്കാലത്തേക്ക്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1. 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. തൽക്കാലം ഞാൻ ഇത്ര എഴുതുകയാണ്. ഓക്കെ, ഇതില് ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലോ കുറച്ചാലോ 5 വരുന്ന സംഖ്യകളുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കണം. കണ്ടോ? ആദ്യം തന്നെ നോക്കിയോ, 1ഉം 4ഉം കൂടെ കൂട്ടിയാൽ 5 കിട്ടില്ലേ? അപ്പൊ 1 സ്ക്വയറും 2 സ്ക്വയറും കൂടെ കൂട്ടിയാൽ 5 കിട്ടും. ഈ കൂട്ടിയാൽ വരുന്നത് ഇവിടെ കൂട്ടുന്നത് ഇത് മാത്രമേ ഉള്ളൂ. കണ്ടോ? ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കേണ്ട കേസിൽ, കർണം കണ്ടുപിടിക്കേണ്ട കേസിൽ മാത്രമാണ് കൂട്ടുന്നത്. അപ്പൊ ഇവിടെ ബേസിന്റെ സ്ഥാനത്ത് 1ഓ 2ഓ കൊടുക്കാം. ആൾട്ടിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് മറ്റേ സംഖ്യ കൊടുക്കാം. അപ്പൊ 1ഉം 2ഉം ബേസിന്റെ ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് വരികയാണെങ്കിൽ അതിന്റെ സ്ക്വയർ 1ഉം 4ഉം ആണ്. അത് രണ്ടും കൂടെ കൂടുമ്പോൾ 5 കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം ഈ മെത്തേഡ് തന്നെ എടുക്കാം. ആരെ എടുക്കാം? 1ഉം 2ഉം എടുക്കാം. ഓക്കെ, നമുക്കത് ആദ്യം വരയ്ക്കാം. ആ വരയ്ക്കുന്നതിന് മുമ്പ് അത് എഴുതണം. ഇഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ആർ (1 and 2) കണ്ടോ? ലംബവശങ്ങൾ 1ഉം 2ഉം ആയാൽ, കണ്ടോ? 1ഉം 2ന്റെ സ്ക്വയർ കൂട്ടിയപ്പോഴേ 5 വന്നത്. അതുകൊണ്ട് ലംബവശങ്ങൾ 1ഉം 2ഉം ആയാൽ ഇഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ആർ 1 and 2, അങ്ങനെയാണെങ്കിൽ then
ഹൈപ്പോട്ടന്യൂസ് കർണം സമം ഈക്വൽ ടു എന്താണ് ഹൈപ്പോട്ടന്യൂസ് കിട്ടാൻ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ സമം കിട്ടും. റൂട്ട് ഓഫ് 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പൊ റൂട്ട് 5 എന്ന് കിട്ടും. ഓക്കെ, കണ്ടോ? അപ്പൊ നമ്മുടെ സമചതുരത്തിന്റെ ഒരു വശം റൂട്ട് 5 എന്ന് കിട്ടും. റൂട്ട് 5 എന്ന് കിട്ടാൻ ഈ രീതി ചെയ്താൽ മതി. ഇനി നമുക്ക് ആ രീതി വരച്ചു നോക്കാം. അതായത് പാദവും ലംബവും 1ഉം 2ഉം വരുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ലംബം 2 സെന്റിമീറ്റർ എടുക്കാം. സാധാരണ നീളം കൂടിയത് പാദമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് 2 സെന്റിമീറ്റർ നീളത്തിൽ ലംബം വരയ്ക്കുക. ഇതാണ് 2 സെന്റിമീറ്റർ നീളം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് 2 സെന്റിമീറ്റർ എടുക്കുക. ഞാൻ പഠിപ്പിക്കാനുള്ള ഒരു നിങ്ങൾക്ക് തിരിച്ചറിയുന്ന രീതിയിൽ നീളത്തിൽ വരയ്ക്കുകയാണ്. ഞാൻ കറക്റ്റ് അളവിലൊന്നുമല്ല എടുക്കുന്നത്, ഒരു മാതൃക മാത്രമാണ്. ഓക്കെ, ഇനി ഇതിന്റെ മുകളിലോട്ട് കണ്ടോ 1 സെന്റിമീറ്റർ, ഇത് 2 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ, പക്ഷെ അത് ലംബമായിരിക്കണമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രൊട്രാക്ട് എടുത്ത് വെച്ച് 90 ഡിഗ്രി അളക്കണം. ഇതിന്റെ ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റ് വെച്ചുകൊണ്ട് ഈ പോയിന്റിലും ആവാം. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുകയാണ്. 90 ഡിഗ്രി അളക്കുക. പ്രൊട്രാക്ട് എടുത്ത് വെച്ച് കണ്ടോ അതിന്റെ മിഡ് പോയിന്റ് ഈ വരയുടെ അറ്റത്ത് വെച്ച് പ്രൊട്രാക്ടിന്റെ ഈ വരയും കൂടി ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം 90 ഡിഗ്രി മാർക്ക് ചെയ്യും. ശേഷം ഈ എൻഡും ആ 90 ഡിഗ്രിയും നമ്മൾ ചേർത്ത് വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് മുകളിലേക്ക് എത്ര സെന്റിമീറ്റർ? 1 സെന്റിമീറ്റർ അല്ലേ? കോമ്പസിൽ 1 സെന്റിമീറ്റർ എടുക്കുക. കോമ്പസിൽ 1 സെന്റിമീറ്റർ, കോമ്പസിന്റെ ഒരു എൻഡ് 0യിലും മറ്റേ എൻഡ് 1 സെന്റിമീറ്റർ വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് 1 സെന്റിമീറ്റർ ആണ്. ഇനി ആ പോയിന്റും ഈ 2 സെന്റിമീറ്ററിന്റെ മറ്റേ എൻഡ് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇപ്പോ 2ഉം 1ഉം സെന്റിമീറ്റർ ലംബവശങ്ങളായ ഒരു മട്ട ത്രികോണം നമുക്ക് കിട്ടി. ഈ മട്ട ത്രികോണത്തിന്റെ കർണം എന്തായിരിക്കും? അതായത് 1 സ്ക്വയർ പ്ലസ് നമ്മളിവിടെ ചെയ്തു റൂട്ട് 1 സ്ക്വയർ പ്ലസ് റൂട്ട് 2 സ്ക്വയർ റൂട്ട് 5 ആയിരിക്കും. ഇതിന്റെ കർണം തീർച്ചയായിട്ടും റൂട്ട് 5 ആയിരിക്കും. ഈ റൂട്ട് 5 എന്ന് പറയുന്ന നീളം ഒരു വശമായി നമുക്ക് ഇനി ഒരു സമചതുരം വരയ്ക്കാം. അപ്പൊ സമചതുരത്തിന്റെ കോണുകൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ 2 എൻഡ് പോയിന്റിൽ നിന്ന് 90 ഡിഗ്രി മാർക്ക് ചെയ്ത് നമ്മൾ മുകളിലേക്ക് വരയ്ക്കണം. വീണ്ടും പ്രൊട്രാക്ട് എടുക്കുക. ഈ പോയിന്റിൽ വെച്ചതിന് ശേഷം ഈ വരയുമായി പ്രൊട്രാക്ട് നേരെ വെക്കുക. ഓക്കെ, ഇങ്ങനെ വെക്കണം ചരിച്ച്. അപ്പൊ ഈ എൻഡ് പോയിന്റ് പ്രൊട്രാക്ടിന്റെ മിഡിൽ വെച്ചതിന് ശേഷം ഇങ്ങോട്ടുള്ള വര ഈ വരയുമായി ചേർത്ത് വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇതുപോലെ ഈ സൈഡിൽ ചെയ്യണം. ഈ മൂലയിൽ കണ്ടോ ആ റൂട്ട് 5ന്റെ 2 എൻഡ് പോയിന്റിലും അത് വേണം. ഇവിടെ ഇങ്ങനെ പ്രൊട്രാക്ട് വെക്കുക. പ്രൊട്രാക്ടിന്റെ മിഡിൽ പോയിന്റ് ഇവിടെ വെച്ചതിന് ശേഷം ആ വര ഇതുമായി ചേർന്ന് വരത്തക്ക രീതിയിൽ വെക്കണം. ഓക്കെ, ഈ വരയുമായി ചേർന്ന് വരത്തക്ക രീതി വെച്ചതിന് ശേഷം ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. ശേഷം എന്ത് ചെയ്യണം? ഈ 2 എൻഡ് പോയിന്റിൽ നിന്ന് 90 ഡിഗ്രിയിലേക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒരു വര വരയ്ക്കുക. ഇവിടെ അതുപോലെ തന്നെ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ 2 കോണുകൾ 90 ഡിഗ്രി കിട്ടി. ഇനി ഈ സമചതുരത്തിന്റെ ഈ വശം എന്ന് പറയുന്നത് ഈ വശം തന്നെ ആയിരിക്കില്ല, റൂട്ട് 5 തന്നെ ആയിരിക്കില്ല. അപ്പൊ റൂട്ട് 5 നമുക്ക് സ്കെയിലിൽ എടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ അളക്കുക. കോമ്പസ് ഈ റൂട്ട് 5ന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കുത്തിയതിനു ശേഷം മറ്റേ എൻഡ് അടുത്ത അകലം വരെ നീട്ടി വെക്കുക. എന്നിട്ട് ആ അളവെടുത്തതിനു ശേഷം ഇങ്ങോട്ട് വാർക്ക്, ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട് വാർക്ക്. ഉണ്ടോ? 2 ആർക്ക് അങ്ങനെ വരയ്ക്കുക. ഏതളവിലാണ് ഈ വരച്ചത്? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം കോമ്പസിൽ എടുത്തിട്ട് ഇങ്ങോട്ട് ആർക്ക്. ഓക്കെ, ഇനി ഈ 2 പോയിന്റ് ജോയിൻ ചെയ്യും. ഓക്കെ, ഇപ്പൊ നമുക്കൊരു സമചതുരം ലഭിച്ചു. ഈ ലഭിച്ച സമചതുരത്തിന് കണ്ടോ ഇത് റൂട്ട് 5 ആണെങ്കിൽ ഇതും റൂട്ട് 5 തന്നെയാണ്. ഇത് 2ഉം കൂടെ ഗുണിക്കുന്നതായിരിക്കും ഇതിന്റെ പരപ്പളവ്. അപ്പൊ റൂട്ട് 5 സമം 5 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ സമചതുരത്തിന്റെ പരപ്പളവ്. ഇതാണ് രണ്ടാമത്തെ രീതി. ഇനി ഒരു രീതി കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഒരു രീതി കൂടെ വരയ്ക്കണം. നമുക്കിനി നോക്കാം. ഇതിൽ കൂട്ടിയാലോ കുറച്ചാലോ 5 വരുന്ന മറ്റു സംഖ്യകൾ ഇനിയുണ്ടോ? 1 4 നമ്മൾ നോക്കി ചെയ്തു കഴിഞ്ഞു. അടുത്തേക്ക് 4ഉം 9. 9ൽ നിന്ന് 4 കുറച്ചാൽ എത്ര കിട്ടും? 5 വരില്ലേ? അപ്പൊ 3 സ്ക്വയറിൽ നിന്ന് 2 സ്ക്വയർ കുറയ്ക്കണം. ഈ കുറയ്ക്കുന്ന കേസ് വരുന്ന ഏതാണ്? ഇത് 2ഉമാണ്. ഓക്കെ, അപ്പൊ ഇതില് 3 സ്ക്വയറിൽ നിന്ന് 2 സ്ക്വയർ കുറച്ചാൽ 9ൽ നിന്ന് 4 കുറച്ചാൽ 5 കിട്ടും. അപ്പൊ ഇവിടെ തീർച്ചയായും 3 ആരായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. കാരണം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്നല്ലേ കുറയ്ക്കുന്നത്. അപ്പൊ 2 എന്ന് പറയുന്നത് അതിന്റെ ഓൾട്ടിറ്റ്യൂഡോ ബേസോ ഏത് വേണമെങ്കിലും ആകാം. അപ്പൊ ലംബവശങ്ങളിൽ 1നെ 2 എന്നും, ലംബവശങ്ങളാണ് ഓൾട്ടിറ്റ്യൂഡും ബേസും, അതിൽ ഏതെങ്കിലും 1 2 എന്നും, ഹൈപ്പോട്ടന്യൂസ് ആയി 3 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടില്ലേ? 9ൽ നിന്ന് 4 കുറച്ചാൽ 5. അത് നമുക്ക് എടുത്തെഴുതാം. ആദ്യം if hypotenuse is 3 and a side
എ സൈഡ് എന്ന് പറയുമ്പോൾ ഏത് വേണേലും ആകാം, ബേസും ആകാം ഓൾട്ടിറ്റ്യൂഡും ആകാം. എ സൈഡ് ഈസ് 2 സെന്റിമീറ്റർ. കണ്ടോ? ഹൈപ്പോട്ടന്യൂസ് കർണം 3 സെന്റിമീറ്ററും ഒരു വശം 2 സെന്റിമീറ്ററും ആയാൽ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ആവുകയാണെങ്കിൽ മൂന്നാം വശം അഥവാ തേർഡ് സൈഡ് കാണാനുള്ള സൂത്രവാക്യം എന്താണ്? തേർഡ് സൈഡ് എന്ന് പറയുമ്പോൾ ഓൾട്ടിറ്റ്യൂഡോ ബേസോ ഏതും ആകാം, ഏതായാലും ഹൈപ്പോട്ടന്യൂസ് അല്ല, അത് കാരണം മൈനസ് ചെയ്യണം. കിട്ടാൻ റൂട്ട് ഓഫ് എന്താ വരുന്നത്? ഇതിലെ വലിയ സ്ക്വയറിൽ നിന്ന് ഇതിലെ വലിയ സംഖ്യയുടെ സ്ക്വയറിൽ നിന്ന് ചെറിയ സംഖ്യയുടെ സ്ക്വയർ കുറയ്ക്കണം. അപ്പൊ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ സമം എന്താ വരുന്നത്? റൂട്ട് ഓഫ് 9 മൈനസ് 4 സമം റൂട്ട് 5. ഓക്കെ, അപ്പൊ റൂട്ട് 5 കിട്ടിയാൽ മതി. റൂട്ട് 5 ഒരു വശമാവുകയാണെങ്കിൽ അതിന്റെ ഏരിയ റൂട്ട് 5 5 ആയിക്കോളും. ഇനി നമുക്ക് ഈ രീതിയിൽ വരയ്ക്കാം. ഒരു വശം 2 ആണ്. ആ ഒരു വശമുള്ള നമുക്ക് ബേസ് ആയിട്ട് 2 സെന്റിമീറ്റർ ആദ്യം എന്ത് ചെയ്യുക? സ്കെയിൽ എടുത്തിട്ട് അളന്ന് 2 സെന്റിമീറ്റർ നീട്ടി വരയ്ക്കുക. ഇതാണ് 2 സെന്റിമീറ്റർ. അല്പം വലിപ്പത്തിൽ കാണിക്കുകയാണ്. ശേഷം കർണമാണ് അടുത്ത അളവ് തന്നിരിക്കുന്ന 3 സെന്റിമീറ്റർ. പക്ഷെ അതിന്റെ ന്യൂനകോൺ എത്രയാണെന്ന് തന്നിട്ടില്ലാതെ നമുക്ക് ഇപ്പൊ വരയ്ക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ വരയ്ക്കാം? നമുക്ക് ആദ്യം ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാം. അത് 90 ഡിഗ്രി അല്ലേ? അപ്പൊ 90 ഡിഗ്രി പ്രൊട്രാക്റ്റിൽ അളന്ന് മുകളിലേക്ക് ലംബം വരയ്ക്കാം. അപ്പൊ പ്രൊട്രാക്ട് എടുത്തിട്ട് അതിന്റെ മിഡ് പോയിന്റ് ഈ പോയിന്റുമായി ചേർത്ത് വയ്ക്കുക. ഈ വലത്തോട്ടുള്ള വര ഈ വരയുമായി ചേർത്ത് വയ്ക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ശേഷം ആ 90 ഡിഗ്രി ഈ എൻഡ് പോയിന്റും തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ലംബം കിട്ടി. ഇനി ഈ ലംബത്തിന്റെ നീളം അല്ല തന്നിരിക്കുന്നത്. 3 സെന്റിമീറ്റർ ആരാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്, കർണമാണ്. അപ്പൊ കർണം ഇവിടുന്ന് ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഈ 2 സെന്റിമീറ്ററിന്റെ ഈ എൻഡിൽ കുത്തി നമ്മൾ ഇങ്ങോട്ടേക്ക്, അതായത് ഈ ലംബവുമായി ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ആർക്ക് വരയ്ക്കണം കേട്ടോ. 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക, 2 സെന്റിമീറ്റർ ഈ എൻഡിൽ കുത്തിയിട്ട് ഇതുമായിട്ട് ചേരുന്ന ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും ആർക്ക്. ഓക്കെ, ഈ ആർക്കും ലംബവും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഈ എൻഡുമായിട്ട് ജോയിൻ ചെയ്യുക. അതായിരിക്കും കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പൊ ഇത് 2 സെന്റിമീറ്ററും ഇത് 3 സെന്റിമീറ്ററും ആയിരിക്കും. നമ്മളത് 3 സെന്റിമീറ്റർ അല്ലേ കോമ്പസിൽ എടുത്ത് വരച്ചതുകൊണ്ട് ഇത് 3 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ ഇത് 2ഉം ഇത് 3ഉം ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വശത്തിലായിരിക്കും റൂട്ട് 5 ആയിരിക്കും. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. ഹൈപ്പോട്ടന്യൂസ് 3ഉം ഇതിന്റെ ഒരു സൈഡ് 2 ആണെങ്കിൽ തീർച്ചയായിട്ടും തേർഡ് സൈഡ് റൂട്ട് 5 കിട്ടുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ റൂട്ട് 5 ഈ സൈഡ് കിട്ടി. ഇനി ഈ ലംബം ഒരു വശമാകത്തക്ക രീതിയിൽ ഒരു സമചതുരം വരച്ചാൽ മതിയോ? സമചതുരം വരയ്ക്കുന്ന രീതി നമ്മൾ നേരത്തെ പഠിച്ചാണല്ലോ. അതിന്റെ ആ വശത്തിന്റെ 2 എൻഡ് പോയിന്റ് വെച്ചുകൊണ്ട് 90 ഡിഗ്രി അളന്ന് നീട്ടി വരയ്ക്കുക. ശേഷം ഈ നീളം വെച്ചുകൊണ്ട് ആർക്ക് വരച്ച് നമുക്കത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ വീണ്ടും പ്രൊട്രാക്ട് എടുക്കുക. ഈ എൻഡിൽ വെച്ചുകൊണ്ട് 90 ഡിഗ്രി ഇങ്ങോട്ട് അളക്കണം കേട്ടോ. അപ്പൊ പ്രൊട്രാക്ട് ഇങ്ങനെ ചരിച്ച് വെക്കണം. മിഡ് പോയിന്റ് ഇവിടെ വരത്തക്ക രീതിയിൽ വെച്ച് വര ഇതുമായിട്ട് ചേർന്ന് വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. അടുത്ത ആ റൂട്ട് 5 എന്ന് പറയുന്ന വരയുടെ മറ്റേ എൻഡ് എന്ന് പറയുമ്പോൾ ഇതല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഹൈപ്പോട്ടന്യൂസ് വന്ന് കൂട്ടി മുട്ടുന്ന ആ പോയിന്റിൽ 90 ഡിഗ്രി പ്രൊട്രാക്ടർ ചേർത്ത് വെച്ചതിന് ശേഷം അവിടുന്ന് 90 ഡിഗ്രി അളക്കുക. വരകളെല്ലാം കറക്റ്റ് നേരെയായിട്ട് വെക്കണം. ഇങ്ങോട്ടുള്ള വര ഇതിന്റെ മിഡ് പോയിന്റ് ഇവിടെ വെക്കണം. ശേഷം ഇവിടെ 90 ഡിഗ്രി അളക്കുക. ശേഷം എന്ത് ചെയ്യണം? ഈ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. ഇതും കൂടെ ജോയിൻ ചെയ്യരുത് കേട്ടോ. അതും ജോയിൻ ചെയ്തു, ഇതും ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നീട്ടി വരച്ചിരിക്കുകയാണ് നമ്മള്. ഇനി ഈ സമചതുരത്തിൽ ഒരു വശം റൂട്ട് 5 ആണല്ലോ. അപ്പൊ കോമ്പസിൽ റൂട്ട് 5 എടുത്തതിന് ശേഷം കേട്ടോ, കോമ്പസിൽ റൂട്ട് 5 നമുക്ക് സ്കെയിൽ എടുക്കാൻ പറ്റില്ല. ഈ നീളം അളന്നെടുക്കുക. ഒരു കോമ്പസിന്റെ ഒരു മൂലം ഇവിടെ കുത്തിയതിനു ശേഷം മറ്റേ എൻഡ് അവിടെ കുത്തുക. അതിനുശേഷം ഇങ്ങോട്ട് വാർക്ക് അതേ അളവിൽ തന്നെ ഇവിടെ കുത്തിയിട്ട് മുകളിൽ കുത്തിയിട്ട് ഇങ്ങോട്ട് വാർക്ക്. അങ്ങനെ 2 ആർക്ക് വരയ്ക്കണം. റൂട്ട് 5 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ടോ. അങ്ങനെ 2 സ്ഥലത്ത് ആർക്ക് വന്നു. ശേഷം ആ 2 പോയിന്റ് തമ്മിൽ ഇനിയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു സമചതുരം ലഭിച്ചു. ഈ സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ഇത് റൂട്ട് 5 ആണെങ്കിൽ ഇതും റൂട്ട് 5 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ എന്ത് വരും? റൂട്ട് 5 സമം 5 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരികയും ചെയ്യും. ഇതാണ് നമ്മൾ ഇപ്പൊ വരച്ച നമ്മുടെ ആവശ്യത്തിലുള്ള. ഇപ്പൊ നമ്മൾ 3 എണ്ണം വരച്ചു. 3 രീതിയിൽ കണ്ടോ. അവിടെ എല്ലാം ഒരു വശം റൂട്ട് 5 ഉള്ള സമചതുരമാണ് വരച്ചത്. ഇതോടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം പൂർണ്ണമായി. ഓക്കെ, ഇന്നത്തെ കണക്കുകളോടെ പൂർണ്ണമാവുകയാണ്. പിന്നെ 2 കണക്കുകളോട് ഈ പാഠത്തിൽ അവശേഷിക്കുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും.
എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻറ്റും ചെയ്യുക. പഠിക്കാൻ താല്പര്യമുള്ള മറ്റു കുട്ടികളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയ കണക്കുകളുമായി ഞാൻ വീണ്ടും വരും, പുതിയ വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ഗുഡ്.